ഇവിടെ ഈ ഒരു പയ്യൻ മരിച്ചിട്ട് 12 വർഷമാവുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇവൻ സ്കൂളിന്റെ റൂഫിൽ നിന്ന് ഉറക്കമെണ്ണിക്കുന്നു. അവനിക്കാണെങ്കിൽ അവൻ കുറെ നേരം ഉറങ്ങിയിട്ട് എണീറ്റ പോലെ മാത്രമേ തോന്നുന്നുള്ളൂ. അങ്ങനെ അവൻ ക്ലാസ്സിൽ കയറാൻ വൈകിയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് ഓടിപ്പോകുന്നു. ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആരെയും അവനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇനി ക്ലാസ് മാറി എന്ന് പോലും അവൻ സംശയിച്ചു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആ ക്ലാസ് ടീച്ചർ കടന്നു വരുന്നു. ഇവൻ ആ സ്കൂളിന്റെ പഴയ മോഡൽ യൂണിഫോം നിൽക്കുന്ന കണ്ട് അയാളെ ഷോക്കാവുന്നു. അങ്ങനെ ടീച്ചർ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതാണോ എന്ന് വിചാരിച്ച് സെക്യൂരിറ്റി വിളിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഇനി അവിടെ നിൽക്കുന്ന സേഫ് അല്ലെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഡേറ്റ് കണ്ട് അവൻ ഷോക്കാവുന്നു. ഇപ്പൊ അവിടെ 2017 പക്ഷെ അവൻ നിൽക്കുന്നത് ഇപ്പോഴും 2005 അവനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ അവൻ അവന്റെ അമ്മയും സഹോദരങ്ങളെയും കാണാനായിട്ട് വീട്ടിലേക്ക് ഓടി വരുന്നു. അവിടെ എല്ലാവരും അവനെ കാത്തിരിക്കുന്നു വിചാരിച്ച് ഓടി ചെല്ലുമ്പോൾ അവിടം ശൂന്യമായിരുന്നു. ഉടനെ തന്നെ അവരെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഹൗസ് ഓണറിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അയാളാണെങ്കിൽ ഇവൻ കള്ളനാണെന്ന് വിചാരിച്ച് പോലീസിനെ പിടിച്ചുവെക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഇവൻ അയാളെ തള്ളി മടുന്ന സമയത്ത് അയാൾ പറന്നുപോയി തറയിൽ വീഴുന്നു. അയാൾക്ക് പരിക്കും പറ്റുന്നു. അങ്ങനെ ഉടനെ തന്നെ അയാൾ പേടിച്ച് ഇവന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി ഇവനെ പോലീസിൽ ഏൽപ്പിക്കുന്നു.